ഒയാസിസ് മീഡിയയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ പുതിയ എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം അറിയിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അധ്യാപനം എന്ന പഠന പരമ്പരയുടെ 12ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ അധ്യാപനത്തിൽ യേശു ഉപയോഗിച്ച മാധ്യമങ്ങളിൽ യേശുവിൻ്റെ ഉപമകൾ എന്ന പാഠഭാഗത്ത് 2ാമത്തെ ഭാഗം, അതിൻ്റെ വിശദീകരണം ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്. സുവിശേഷീകരണ ഉപമകൾ എന്ന ഭാഗമായി 2 വിധത്തിലുള്ള ഉപമകൾ ആ ഭാഗത്തുണ്ട്. നഷ്ടപ്പെട്ടതിനോടുള്ള ദൈവസ്നേഹം, വീണ്ടെടുക്കപ്പെട്ടതിനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം. അപ്പോൾ ഈ 2 ഭാഗമാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. അതിൽ 2ാമത്തെ ഭാഗം വീണ്ടെടുക്കപ്പെട്ടതിനോടുള്ള സ്നേഹം. ലൂക്കോസ് 7-ാം അധ്യായത്തിൻ്റെ 41 മുതലുള്ള വേദഭാഗങ്ങളിൽ ഒരു ചരിത്ര സംഭവമാണ്. അതിനോട് ചേർന്നൊരു ഉപമ യേശു പത്രോസിനെ പേര് വിളിച്ച്, പത്രോസിനെ അരികിൽ വിളിച്ച് പറയുന്ന ഒരു ഉപമയാണ് ആ ഭാഗം. യേശു വളരെ സമ്പന്നനായ ഒരു മനുഷ്യന്റെ വീട്ടിലേക്ക് ഒരു വിരുന്നിന് ചെല്ലുകയാണ്. അതൊരു പരീക്ഷ പ്രമാണിയാണ്, സമ്പന്നനാണ്, സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന ആളാണ്. അദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ അവിടേക്ക് എത്തുകയാണ്. ആ സ്ത്രീ അവിടെ വരികയും അവളുടെ ആഗ്രഹം യേശുവിൻ്റെ അരികിലേക്ക് വന്നിട്ട് അവളുടെ കണ്ണുനീർ കൊണ്ട് യേശുവിൻ്റെ കാലുകൾ കഴുകണമെന്നുള്ള, അവളുടെ മുടിയിഴകൾ കൊണ്ട് അത് തോർത്തണം. അവൾ ചില കാലങ്ങളായി ഉപജീവനത്തിനാകാം, മറ്റേതെങ്കിലും കാര്യത്തിനാകട്ടെ, സൂക്ഷിച്ചു വെച്ചിരുന്ന സുഗന്ധ തൈലം അവൻ്റെ മേൽ പൂശണം. ഏറ്റവും വിലപിടിപ്പുള്ളതുമായിട്ടാണ് അവൾ വരുന്നത്. സമ്പന്നനായ ഈ മനുഷ്യന് വേണമെങ്കിൽ 100 കണക്കിന് റാത്തൽ സുഗന്ധവർഗങ്ങളുടെ കൂട്ടുകൾ ഉണ്ടാക്കി യേശുവിൻ്റെ മേൽ പൂശ, യേശുവിൻ്റെ കൊടുക്കുക. പക്ഷേ ഒരുപക്ഷെ ഇവളുടെ ജീവിതത്തിൻ്റെ സമ്പാദ്യങ്ങളിൽ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതായിരിക്കാം. ഇവൾ ഇതുമായിട്ട് വരികയാണ്. വന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് യേശുവിൻ്റെ അരികിൽ വന്ന് അവിടെ കണ്ണുനീർ കൊണ്ട് യേശുവിൻ്റെ കാൽപാദങ്ങൾ നനയുകയാണ്. അക്ഷരാർത്ഥത്തിൽ അത് സംഭവിക്കുമോ എന്ന് നമുക്ക് തോന്നാം. അതെങ്ങനെയാണ് സംഭവിക്കുക? ഞാൻ മനസ്സിലാക്കുന്നത്, കാൽപാദത്തിൻ്റെ അരികിലേക്ക് വീണ് കിടന്ന് കരയുന്ന ഒരാളുടെ കണ്ണുനീർ കൊണ്ട് മാത്രമേ കാൽപാദം നനയുകയുള്ളൂ. അത് ഒരാളുടെ കാല് നനയാൻ മാത്രം മറ്റൊരാൾക്ക് കണ്ണുനീരുണ്ടോ എന്ന് ചോദിക്കും. പക്ഷെ ഏറ്റവും സങ്കടകരമായ ഒരവസ്ഥയിൽ നമ്മളാരും കണ്ണുനീര് ശേഖരിക്കാറില്ല. പക്ഷേ കണ്ണുനീര് ശേഖരിച്ചാൽ ഒരു പക്ഷേ നമ്മൾ പോലും അത്ഭുതപ്പെടുന്ന നിലയിൽ കണ്ണുനീരിൻ്റെ അളവുകൾ കണ്ടെത്താനായിട്ട് കഴിയുമായിരിക്കാം. ഇവിടെ അവൾ യേശുവിൻ്റെ അരികിൽ ചെയ്ത കാര്യങ്ങളെ കണ്ടപ്പോൾ സ്വാഭാവികമായ ഒരു പ്രതികരണം അവിടെ ഉണ്ടായി. ആ പ്രതികരണം ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു മനുഷ്യൻ ദൈവത്തോടുള്ള അവൻ്റെ സ്നേഹം, അവൻ്റെ ഇഷ്ടം, അവൻ്റെ സമർപ്പണം, ഇതൊക്കെ പലവിധ ബാഹ്യ പ്രകടനങ്ങളിലൂടെ കാണിക്കാറുണ്ട്. ചിലർ കേവലം ബാഹ്യ പ്രകടനമായിരിക്കും, പക്ഷെ ചിലരുടെ അകത്ത് ആന്തരികമായി ഉണ്ടാകുന്ന മാനശാന്തരവും സമർപ്പണവും ഇഷ്ടവും സ്നേഹവും ഒക്കെ അവർ ബാഹ്യമായി പ്രകടിപ്പിക്കാറുണ്ട്. ഇതിനെ പല വിധത്തിൽ വിമർശന വിധേയമായി കാണാനായിട്ട് എല്ലാവർക്കും കഴിയും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഉള്ളം അറിയുന്ന കർത്താവിന്, ഹൃദയം അറിയുന്ന കർത്താവിന് ഇത് തിരിച്ചറിയാനായിട്ട് പറ്റും. ഇവിടെയാണ് നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നതും ചില വ്യക്തികൾ വിജയിക്കുന്നതും അവിടെയാണ്. ഈ നിഷ്കളങ്കതയോടുകൂടി ഒരു മനുഷ്യന്റെ പെരുമാറ്റത്തെ നമ്മൾ ഉൾക്കൊള്ളാനായിട്ട് പഠിക്കണം. ചിലർ കാപട്യം കാണിക്കാറുണ്ട്. യേശു അതിനെയൊക്കെ നിശിതമായി വിമർശിച്ചിട്ടുണ്ടല്ലോ മറ്റു ഭാഗങ്ങളിലൊക്കെ. പരീക്ഷന്മാരെയൊക്കെ നോക്കിയിട്ട് ഞാനത് മുൻ എപ്പിസോഡിലൊക്കെ വിശദീകരിച്ചിട്ടുമുണ്ട്. വെള്ളതേച്ച ശവക്കല്ലറ എന്നും അകം വെടിപ്പാക്കാത്ത പാത്രങ്ങൾ എന്നുമൊക്കെ വളരെ ശക്തമായ ഭാഷയിൽ യേശു അവരെ വിമർശിച്ചിട്ടുണ്ട്. വളരെ ഷാർപ്പായ വാക്കുകൾ ഉപയോഗിച്ച് യേശു ചിലരെ വിളിച്ചിട്ട് പോലും ഉണ്ട്. പക്ഷെ ഇവിടെ നിഷ്കളങ്ക ഹൃദയത്തോടു കൂടി ഒരാൾ അടുത്ത് വരുമ്പോൾ ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ ദൈവസ്നേഹത്താൽ വീണ്ടെടുക്കപ്പെട്ടു വരുന്ന ഒരാളാണ്. ദൈവത്തിന്റെ സ്നേഹത്താൽ ആകർഷിക്കപ്പെട്ടു വരുന്ന ഒരു മനുഷ്യനാണ്. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചതും ഈ പിതാവിന് മകനോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ്.
ഈ വരുന്ന മകനെ സംബന്ധിച്ച് ഒത്തിരി അലിഗേഷൻസ് പറയാൻ, അപവാദങ്ങൾ പറയാൻ, അവൻ സ്വീകരിക്കപ്പെടുമ്പോൾ അതിനെ തിരസ്കരിക്കാൻ, അതിനെ വിമർശിക്കാനൊക്കെ ചുറ്റുപാടുകൾ ഒത്തിരി ഉണ്ട്. വീട്ടിലെ ആൾക്കാരുണ്ട്, സ്വന്തം ജ്യേഷ്ഠൻ പോലുമുണ്ട്. അപ്പൊ ഇവിടെയും വിമർശിക്കപ്പെടുന്നുണ്ട് ഈ സഹോദരി. പക്ഷേ ഈ വിമർശനങ്ങളെ അവരുള്ളിൽ കരുതിയപ്പോൾ തന്നെ യേശു ഒരു ഉപമയിലൂടെ അവർക്ക് മറുപടി കൊടുക്കും. അത് രണ്ട് കടക്കാരെ കുറിച്ചാണ് പറയുന്നത്. ഒരാൾ 50, ഒരാൾ 500 കൊടുക്കാനുള്ള പൈസയാണ്. അത് നാണയമാകട്ടെ, താലത്താകട്ടെ, എന്തുവാണ്, വെള്ളിക്കാശാകട്ടെ, എന്തുവാണ്, 50ഉം 500ഉമാണ്. ഈ യജമാനൻ വിളിച്ചിട്ട് രണ്ടുപേരോടും പറഞ്ഞു, നിങ്ങൾക്കിത് തന്നു തീർക്കാനായിട്ടുള്ള കഴിവില്ലാത്തത് കൊണ്ട് ഞാനതങ്ങ് ഇളച്ചു തന്നിരിക്കുകയാണ്, നിങ്ങൾ തരണ്ട. അപ്പം നിങ്ങൾ തരണ്ട എന്ന് പറയുമ്പോൾ ആരായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക എന്നൊരു ചോദ്യമുണ്ട്. രണ്ടുപേർക്കും സന്തോഷമുണ്ട്. കൂടുതൽ ആൾക്കാർ പറഞ്ഞു ഏറ്റവും കൂടുതൽ പൈസ മുടക്കിയാണ്, അല്ലെ 500 രൂപ കൊടുക്കാനുള്ളൊരു ഏറിയ സന്തോഷം ഉണ്ടാകും. അപ്പൊ യേശു ആ ഉപമയെ അവതരിപ്പിച്ചിട്ട് പറയുകയാണ്, ഈ വീണ്ടെടുക്കപ്പെട്ടതിനോടുള്ള ദൈവത്തിന്റെ സ്നേഹം കൂടുതലായി ഒരാൾ സമർപ്പിക്കുമ്പോൾ, പരിപൂർണമായി സമർപ്പിക്കുമ്പോൾ, ആ വ്യക്തിയോട് ദൈവത്തിന് മറ്റൊരാളേക്കാൾ കൂടുതൽ സ്നേഹമുണ്ടാകാം. ആ സ്നേഹത്തിനെ ഏറ്റക്കുറച്ചുകൾ വെച്ചിട്ടല്ല നമ്മൾ പരിഗണിക്കുക. തിരികെ ലഭ്യമാകുന്ന സ്നേഹം അല്ലെങ്കിൽ സമർപ്പണം, അത് കൃത്യമായി അറിയുന്ന ദൈവം ആഴമായി അവരെ സ്നേഹിക്കുന്നുണ്ട്. ഈ മടങ്ങി വരുന്ന മനുഷ്യനോടുള്ള സ്നേഹം, നഷ്ടപ്പെട്ടു പോയത് തിരികെ കിട്ടുമ്പോഴുള്ള സ്നേഹം, ആ കിട്ടിയതിനോടുള്ള സ്നേഹമുണ്ടല്ലോ, അതാണ് വീണ്ടെടുക്കപ്പെട്ടതിനോടുള്ള സ്നേഹം. അത് തന്നെയാണ് ഈ നഷ്ടപ്പെട്ടതിനോടുള്ള ദൈവസ്നേഹത്തിലും അത് നമുക്ക് നിഴലിച്ച് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ആടിനെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഇവിടെ. അവ എടുത്തുകൊണ്ട് വരുമ്പോൾ ഉള്ളത് സന്തോഷമുണ്ട്. ഞാൻ അതിന് മുമ്പ് പറഞ്ഞ പോലെ അപ്പൻ്റെ മനസ്സുണ്ട്. ഈ നഷ്ടപ്പെട്ടു പോയ മകൻ തിരിച്ചു കിട്ടുമ്പോൾ അവനോടുള്ളൊരു സ്നേഹമുണ്ട്. അത് ഒരുപക്ഷെ അടുത്ത് നിൽക്കുന്നവന് മറ്റാടുകൾക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടൊന്നും വരത്തില്ല. അതല്ല, നമ്മൾ ചിലപ്പോൾ ചിലരെ വിമർശിക്കാറുണ്ട്. അവർ സുവിശേഷ വേലയ്ക്ക് കൊള്ളില്ല, ഒരിക്കലും വിശ്വാസത്തിൽ നിലനിന്ന് പോകുകയില്ല എന്നൊക്കെ പരിഹസിച്ച് പറയാറുണ്ട്. ചില കുടുംബത്തിൽ ചില കുഞ്ഞുങ്ങളുണ്ട്, ചില നന്നാകുകയെന്ന് പറയുന്നത്, അവൻ ഒരിക്കലും നന്നാകാൻ സാധ്യതയില്ല. ഞാനിങ്ങനെ ഇന്ന് പറയുമ്പോഴൊക്കെ എൻ്റെ ജീവിതമൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ എൻ്റെ മാതാപിതാക്കൾക്കോ എൻ്റെ പ്രിയപ്പെട്ടവർക്കൊന്നും ഞാൻ ഈ നിലകൾ സുവിശേഷ പ്രവർത്തനത്തിലൊക്കെ പ്രയോജനപ്പെടും എന്നൊന്നും അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. മിക്കവാറും അവരൊക്കെ ചിന്തിച്ചത് മറ്റു വിധത്തിലാകാം. കാരണം ഒരിക്കലും ആ നിലകളിലൊരു വളർച്ച, ഉയർച്ച, ഒരു നല്ല മനുഷ്യനായി മാറാൻ കഴിയും എന്നൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. നമുക്ക് ഒരു മനുഷ്യനെ കുറിച്ച് വിലയിരുത്തുന്നതിന് പരിമിതി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതൊരു മനുഷ്യനെ, നമ്മുടെ മുമ്പിൽ കാണുന്ന മനുഷ്യനെ നമ്മളുടെ കണ്ണുകൾ കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ അറിവ് കൊണ്ടും ഒക്കെ നമ്മൾ വിലയിരുത്തുന്നത് ബാഹ്യ പ്രകടനങ്ങളിലൂടെയാണല്ലോ, വാക്കുകളിലൂടെ. പക്ഷേ ഉള്ളമറിയുന്നൊരു ദൈവമുണ്ട്. ഒരു മനുഷ്യനെ ദൈവം വിലയിരുത്തുന്നത് അവൻ്റെ ഉള്ളമറിഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് ദൂരത്ത് നിന്ന് അവൻ നമ്മുടെ ചിന്തകളെ അറിയുന്ന ദൈവമെന്ന് വചനം പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ വികാരങ്ങളെ, വിചാരങ്ങളെ അറിയുന്നു എന്ന് പറയുന്നു. വചനത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ടല്ലോ. ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നമ്മൾ ചിന്തിച്ചു കൂട്ടിയതെല്ലാം ഒപ്പിയെടുക്കാൻ കഴിയുന്ന, അതൊക്കെ ഇങ്ങനെ ഹൃദയത്തെ മുറിച്ചിട്ട് അകത്തോട്ട് കയറി വാളായിട്ട് വചനം അകത്ത് കയറി അതിങ്ങനെ ഒപ്പി തിരിച്ച് മുറിച്ചു മാറ്റി അത് കണ്ടെത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ നമ്മൾ ഈ പ്രഭാഷണങ്ങളുടെ മുമ്പിലൊക്കെ ഇരിക്കുമ്പോൾ ആ വചനം എന്നോടാണല്ലോ സംസാരിച്ചത്, എൻ്റെ ഹൃദയത്തെ എങ്ങനെയാണ് അറിഞ്ഞു എന്നൊക്കെ ചിന്തിക്കില്ല. അതാണ് വചനം. വചനം ദൈവമാണല്ലോ. അതാണ് വചനത്തിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിനാ വചനം നമ്മൾ ഈ പ്രാർത്ഥിച്ചും ധ്യാനിച്ചുമൊക്കെ പ്രസംഗിക്കുന്നത്. വചനം കൂടുതൽ ഈ വലിയ ശബ്ദത്തിൽ പ്രസംഗിക്കുമ്പോഴല്ല, അത് മനുഷ്യൻ്റെ ഹൃദയങ്ങളിലേക്ക് ഇടിച്ചിറങ്ങാൻ കഴിയുന്ന നിലയിൽ നമ്മളതിനെ നന്നായി ധ്യാനിച്ചു പറയുമ്പോഴാണ് കൂടുതൽ ഫലവത്തായിട്ട് മനുഷ്യനത് മാറുക. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, ഈ വീണ്ടെടുക്കപ്പെട്ടതിനുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ആ ഉപമയിലൂടെ കർത്താവ് പറയുകയാണ്, സ്വാഭാവികമായും ഈ 500 ഇളച്ചു കൊടുത്തപ്പോൾ അവൻ ആ യജമാനനോടൊരു സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് പരതി പരിശോധിച്ച് നോക്കിക്കേ. ഈ പാരമ്പര്യമായിട്ട് വിശ്വാസത്തെക്കുറിച്ച് പറയുന്നവരുണ്ട്. ഇപ്പം ഞാനൊരു പെന്തക്കോസ്ത് വിശ്വാസി അല്ലെങ്കിൽ ആ നിലകളിൽ ഒരു സംഘടനാ സംവിധാനത്തിൽ നിൽക്കുന്ന ഒരാളാണ്. പെന്തക്കോസ്ത് വിശ്വാസി എന്ന് പറയുന്നത് ശരിയല്ല, ഞാനൊരു സംഘടനാ സംവിധാനത്തിൽ നിൽക്കുന്ന ആളാണ്. അപ്പം പാരമ്പര്യമായി പെന്തക്കോസ്റ്റിൽ വിശ്വസിക്കുന്നവരുണ്ട്. ഞാനൊരു പാരമ്പര്യ പെന്തക്കോസ്ത് വിശ്വാസിയല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവോ മാതാവോ ഒന്നും പെന്തക്കോസ്റ്റിൽ ജനിച്ചു വളർന്നവരല്ല. ക്രിസ്തീയ പശ്ചാത്തലമുണ്ട്. അങ്ങനെ ഓരോ ക്രിസ്തീയ സംഘടനകൾക്കും അതിൻ്റെ പശ്ചാത്തലങ്ങളുണ്ടല്ലോ. അപ്പം നമ്മളൊരു പാരമ്പര്യവാദം പറയാറുണ്ട്. ഞാൻ ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്നതുപോലെയാണ്, ഇന്ന പശ്ചാത്തലത്തിൽ നിന്ന് വന്നതാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്.
അപ്പം ഇങ്ങനെ പറഞ്ഞു വരുന്ന മനുഷ്യരെ സംബന്ധിച്ച് അവർക്ക് ദൈവത്തോടുള്ള സ്നേഹം അത്ര ആഴമുള്ളതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല. അതിൻ്റെ കാരണം ഒരു പ്രത്യേക ഘട്ടത്തിൽ മറ്റൊരിടങ്ങളിൽ നിന്ന് വരുന്ന വ്യക്തികൾക്ക് വിശ്വാസത്തിൻ്റെ ആഴം, ദൈവത്തോടുള്ള സ്നേഹമൊക്കെ സാധാരണഗതിയിൽ കാലങ്ങളായി പിന്തുടരുന്നവരെക്കാൾ കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ളതായിട്ട് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതൊരു തോന്നൽ മാത്രമല്ല, അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കാറുണ്ട്. ഞങ്ങൾ പറഞ്ഞ് പഴകുന്നൊരു കാര്യമുണ്ട്. നമ്മൾ വർഷങ്ങളായിട്ട് കാണുകയല്ലേ, ഇതിൻ്റെ ആഴവും പരപ്പുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പെട്ടെന്നൊക്കെ ദൈവക്ഷണത്തിലേക്ക് വരുന്ന മനുഷ്യരുണ്ട്, ഓടിയെടുക്കുന്ന മനുഷ്യരുണ്ട്. ജീവിതത്തിൽ മരണത്തിനൊക്കെ തൊട്ടു മുമ്പ് മരിക്കാനൊക്കെ കൊതിച്ച് ആത്മഹത്യക്ക് വേണ്ടിയൊക്കെ തയ്യാറെടുത്ത് ഈ കയറൊക്കെ ഇട്ട് കുരുക്കൊക്കെ ഇട്ട് നിന്ന മനുഷ്യർ ക്രിസ്തുവിനെ അറിഞ്ഞ് ഓടി വന്ന സമയമൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ദൈവത്തോടുള്ള സ്നേഹം വലുതാണ്. പല ദൈവങ്ങളെ ആരാധിച്ചും ദൈവങ്ങളുടെ പുറകെ പോയും ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് അവസാനം ജീവിതത്തിൽ ഏറ്റവും വലിയ ശൂന്യതയിൽ യേശുവിനെ കണ്ടെത്തിയ മനുഷ്യർക്ക് ദൈവത്തോടുള്ള സ്നേഹമുണ്ടോ? എത്ര വലുതാണെന്നറിയാമോ? അവരുടെ കടങ്ങൾ നേരത്തെ ഇളച്ചു കൊടുത്ത 500 ഇളച്ചു കൊടുത്ത പോലെ കടമാണ്. ഈ മറ്റൊരു ഭാഗത്ത് യേശുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മളിനി പഠിക്കുന്നുണ്ടെങ്കിലും എല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ട്, എനിക്കൊന്ന് ഏകയായൊരു സ്ത്രീയാണ്, ആരും സഹായിക്കാനില്ലാത്തൊരു സ്ത്രീയാണ്. എല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തു, സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു, അവക്കിനി ചികിത്സിക്കാൻ പൈസ ഇല്ലാത്തൊരു ഘട്ടം. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് അവളൊരു തീരുമാനം എടുക്കുന്നത്, യേശുവിനെ ഒന്ന് സ്പർശിക്കാം. യേശുവിനെ സ്പർശിക്കാൻ പറ്റിയില്ല, അവരുടെ വസ്ത്രത്തിൻ്റെ വിളുമ്പലും തൊടാം. അവിടെ വിശ്വാസം ആഴമുള്ളതാണ്. അവൾ ചെന്നിട്ട് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊടുമ്പോൾ നിലവിലുള്ള സംവിധാനങ്ങളെ ഒക്കെ മറികടന്നിട്ടാണ് അവൾ ചെല്ലുന്നത്. കാരണം ഇത്തരത്തിൽ ശാരീരിക പ്രതിസന്ധിയുള്ളൊരു സ്ത്രീക്ക്, അവൾ അശുദ്ധയാണ്, അശുദ്ധയായൊരു സ്ത്രീക്ക് യേശുവിൻ്റെ അരികിലേക്ക് എത്താൻ കഴിയും. റബിയാണ് യേശു, ഒരു യഹൂദ റബിയും കൂടെയാണ്. ആ നിലകളിൽ പോലും ചെല്ലാൻ കഴിയില്ല, പുരുഷാരത്തിന് ഇടയിലേക്ക് ഇറങ്ങാനായിട്ട് കഴിയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടത്തിലാണ് ഇവൾ ധൈര്യപൂർവ്വം ഇറങ്ങുകയാണ്. കാരണം ഇവൾക്ക് ക്രിസ്തുവിനുള്ള വിശ്വാസം, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പലിൽ എന്നെ സൗഖ്യമുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ്. യഥാർത്ഥത്തിൽ യേശു അവളെ തിരിഞ്ഞു നോക്കി പറയുന്നൊരു പദമുണ്ട്. അവൾ തൊട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ ശക്തി പുറപ്പെട്ടു എന്നുള്ളതാണ്. കാരണം അവൾക്ക് കിട്ടിയൊരു നന്മയുണ്ട്, അവൾക്ക് കിട്ടിയൊരു ആശ്വാസമുണ്ട്, അവൾക്ക് കിട്ടിയൊരു സൗഖ്യമുണ്ട്. അത് മറ്റെന്തിനേക്കാൾ വിലമതിക്കാൻ അവൾക്ക് കഴിയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ 500 ഇളച്ച് കിട്ടിയതുപോലെയാണ്. അവൾക്ക് ഏറിയ സന്തോഷം യേശുവിനോട് തോന്നാം, സ്വാഭാവികമായിട്ടും തോന്നാം. അങ്ങനെ ഒത്തിരി കഥാപാത്രങ്ങൾ, ചരിത്ര കഥാപാത്രങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്. ഈ മനുഷ്യന് മുമ്പിലേക്ക് വരാൻ കഴിയാത്ത ചില സ്ത്രീകൾ, ഈ സുഖാർ എന്ന് പറയുന്ന ശമരിയ പട്ടണത്തിൻ്റെ പടിവാതിലേക്ക് യേശു എന്നിട്ട് ഒരു സ്ത്രീയുമായിട്ട് നടന്ന ഒരു കോൺവെർസേഷൻ ഉണ്ട്. ഒരുപക്ഷെ സുവിശേഷങ്ങളിൽ ഏറ്റവും നന്നായി യോഹന്നാൻ വിശദീകരിച്ചിട്ടുള്ളൊരു ഭാഗമാണ്. ഇവിടെ ചെന്നിട്ട് ഈ ശമരിയ പട്ടണത്തിലേക്ക് ഒരു യഹൂദൻ കടക്കാറില്ല. നിലവിലുള്ള ഉച്ചനീചത്വത്തെ മറികടന്നുകൊണ്ടാണ് യേശു അങ്ങോട്ട് ചെല്ലുന്നത്. ഒന്ന്, ഈ സ്ത്രീ, പരസ്യമായൊരു സ്ത്രീയോട് യഹൂദ റബി സംസാരിക്കാറില്ല. അന്ന് ഉച്ച സമയത്ത് ഇവൾ വെള്ളം കോരാനായിട്ട് വരുന്നു. ആരും വെള്ളം എടുക്കാൻ വരാത്തൊരു ഘട്ടത്തിൽ, ആരുടെയും ഒരു സഹവാസം ഇല്ലാത്തൊരു ഘട്ടത്തിൽ വേണം വരാനായിട്ട്. കാരണം അവളെ ഒരു നീച സ്ത്രീയായിട്ട് കണക്കാക്കുക. അപ്പോൾ അവളുമായിട്ടുള്ള സംഭാഷണ വേളയിൽ യേശു മഷികയാണെന്ന് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ ഈ സ്ത്രീ അവളുടെ ആ വെള്ളം എടുക്കാൻ കൊണ്ടുവന്ന പാത്രമൊക്കെ അവിടെ വെച്ചിട്ട് അവൾ നേരെ പോവുക ശബരി പട്ടണത്തിലേക്ക് എന്നിട്ട് യേശുവിനെ കുറിച്ച് പറയുക. മനുഷ്യന്റെ അരികിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മടി കാണിച്ചൊരു സ്ത്രീ, സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് ചെല്ലാൻ അനുവാദമില്ലാത്തൊരു സ്ത്രീ ധൈര്യപൂർവ്വം ചെല്ലുന്നത് എന്താണ്? അവിടെ കടം ഇളച്ചു കൊടുത്തു. അവളുടെ കടം യേശു ഇളച്ചു കൊടുത്തത് ചെറിയൊരു ഇളവല്ല. അപ്പോൾ അവൾക്ക് ദൈവത്തോടുള്ള സമർപ്പണം അത് വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ അവൾക്ക് പിന്നീട് ഇത് പറയാതെ പറ്റുന്നില്ല. യഥാർത്ഥത്തിൽ സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയൊരു കരുത്തുള്ള ഉപമ തന്നെയാണത്. വീണ്ടെടുക്കപ്പെട്ടതിനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിന് അവരോടൊരു പ്രത്യേക കൺസിഡറേഷൻ, സ്നേഹമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് മനുഷ്യനെന്നും പറയട്ടെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, മനുഷ്യനെന്നും പറയട്ടെ. മനുഷ്യനെ സംബന്ധിച്ചൊരു പ്രത്യേകതയുണ്ട്. മനുഷ്യനെ നമ്മോട് ക്ഷമിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ മറക്കുകയില്ല. നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ നമ്മളോട് ക്രൂരമായി ഇടപെട്ടവരോട്, അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ചവരോട്, വാക്കുകൾ കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഇനി ശാരീരികമായോ ഒക്കെ എന്തുമാട്ടെ ഏതെങ്കിലും ഒരു നെഗറ്റീവായ ഒരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിച്ച, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട ഒരാളെ ചിലപ്പോൾ നമ്മൾ ക്ഷമിക്കുക, അത് പോട്ടെ നമുക്ക്. പക്ഷേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും അതേ വ്യക്തിയിൽ നിന്നൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ പണ്ടത്തെ വിഷയം വീണ്ടും പറയും, പണ്ട് ഇവനിങ്ങനെ തന്നെ ആയിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. അതെന്താ കാരണം? നമുക്ക് ക്ഷമിക്കാനേ പറ്റുന്നുള്ളൂ, മറക്കാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ
ഗുണവിശേഷം. ദൈവം ക്ഷമിക്കുക മാത്രമല്ല, അവൻ അത് മറന്നു കളഞ്ഞിട്ടാണ് നമ്മെ സ്നേഹിക്കുന്നത്. ആ സ്നേഹമാണ് വീണ്ടെടുക്കപ്പെട്ടതിനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുക. മകൻ പോയി ദൂർത്ത് കാണിച്ച് കളഞ്ഞതല്ല അപ്പൻ്റെ വിഷയം. അവൻ തിരികെ വരുമ്പോൾ ആ തിരികെ വരാൻ അവൻ കാണിച്ച മനസ്സാണ് അപ്പനെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം. പ്രിയപ്പെട്ട കേൾവിക്കാരായ സഹോദരങ്ങളെ, സ്നേഹിതരെ, നമ്മളെ ആരും എന്തും പറഞ്ഞ് വിധി എഴുതുമ്പോൾ, നമ്മളിങ്ങനെ തള്ളി മാറ്റുമ്പോൾ, നമ്മളെ മാറ്റി നിർത്തുമ്പോൾ, നമുക്കെതിരെ അപവാദം പറയുമ്പോൾ, എന്തും പറയട്ടെ, അതൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ മാറ്റി നിർത്തുമ്പോൾ, നമ്മളെ മാറ്റി നിർത്താതെ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഏറ്റു പറയുമ്പോൾ നമ്മെ മനസ്സോടെ സ്വീകരിക്കുന്നു, ഹൃദയംഗമായി നമ്മെ സ്വീകരിക്കുന്നു, നമ്മെ ചേർത്ത് നിർത്തുന്ന ഒരു കർത്താവ്. അതാണ് നമ്മുടെ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഴമെന്ന് പറയുന്നത്. അതാണ് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഴമെന്ന് പറയുന്നത്. അതാണ് ഇവിടെ വീണ്ടെടുക്കപ്പെട്ടതിനോടുള്ള സ്നേഹം എന്ന നിലയിൽ സുവിശേഷീകരണ ഉപമകളിൽ ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഞാൻ ഇത് പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കാം എന്നാണ് കരുതുന്നത്. അപ്പോൾ സുവിശേഷീകരണ ഉപമകളിൽ രണ്ട് വിധത്തിലുള്ള ഉപമകളാണ് നമ്മൾ പറഞ്ഞത്. നഷ്ടപ്പെട്ടതിനോടുള്ള ദൈവസ്നേഹം, രണ്ട് വീണ്ടെടുക്കപ്പെട്ടതിനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം. ഇനി അതിൻ്റെ മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് അന്ത്യകാല സൂചനകൾ തരുന്ന ഉപമകൾ എന്ന ഭാഗമാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ആ ഭാഗം ധ്യാനിക്കാം എന്ന് പ്രതീക്ഷയോടുകൂടെ ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സുവിശേഷീകരണ ഉപമകളിൽ വീണ്ടെടുക്കപ്പെട്ടതിനോടുള്ള സ്നേഹം എന്ന ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിത സാഹചര്യങ്ങളെ ദൈവം സമ്മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.